നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് എന്നോട് പറയുന്ന ഒരു റെസിപ്പിയാണ്, അതായത് കണ്ണിമാങ്ങ അച്ചാർ. അപ്പൊ നമ്മുടെ നാട്ടില് കണ്ണിമാങ്ങ കിട്ടുന്ന സമയത്ത് ഇവിടെ കിട്ടാറില്ല എനിക്ക്. അതുകൊണ്ടാണ് ഇത്ര നാളുകൾ ഞാൻ ലേറ്റ് ആക്കിയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 മാസം മുൻപ് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ ആ സമയത്ത് ജാന്റെ അമ്മ കണ്ണിമാങ്ങ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് മൊബൈലിൽ. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇന്നലെയാണ് ബാക്കി ഞാൻ ഷൂട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 2 മാസം കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഫോട്ടോസ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ബ്ലോഗിലത്തെ ഫോട്ടോ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ 2 ഗ്ലാസ് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇച്ചിരി വെള്ളം പോലെയാണ് എടുത്തിരിക്കുന്നത്, നല്ലോണം ചാറ് പോലെ. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറിന്റെ അളവ് കുറയ്ക്കാം. അതായത് ഞാൻ 2 ഗ്ലാസ് തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ചതിന് പകരമായിട്ട് 1.5 ഗ്ലാസോ 1 ഗ്ലാസോ ഒഴിച്ചാൽ മതിയോ. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്താൻ മറക്കരുത്. പിന്നെ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ ഈ മാല കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിത്തരിക്കരുത്. കാരണം ഞാനിത് ഒരു പ്രാവശ്യം ഞാൻ ബിഹൈൻഡ് ദ സീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കരാമ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഡെലിവറി കിട്ടിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു, വീണ ചേച്ചി ആ മാല ഇട്ട് കാണിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇടില്ലായിരുന്നു. അപ്പൊ സന്തോഷമായല്ലോ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസമായിട്ടുണ്ടായിരുന്ന പർച്ചേസിങ് ബ്ലോഗ് കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, എവിടെ നിന്നാണ് സാരി എല്ലാം മുറിച്ച് വാങ്ങിച്ചത്, അത് എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സാരി വാങ്ങിച്ച സ്ഥലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെയ്ഖ് കോളനിയിൽ നമ്മുടെ ചിറ്റിലപ്പള്ളി ജ്വല്ലേഴ്സ് ഇല്ലേ, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള കടയാണ്. അതിന്റെ പേരൊക്കെ ഞാൻ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ സാരിയുടെ വില എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് കേട്ടോ. അത് 30-35 ദിവസത്തിന് നടുവിലുള്ള സാരിയാണത്. പിന്നെ കൂടുതൽ വാങ്ങിക്കുന്നതനുസരിച്ച് അതിനനുസരിച്ച് റേറ്റിലെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ കടയിലേക്ക് വേറെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു കടകളുണ്ട് അവിടെ, നിങ്ങൾ പോയി നോക്കുക. അപ്പൊ ചോദിച്ചവർക്ക് മാത്രമാണ് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ സ്വന്തം ടേസ്റ്റി ആയിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാർ. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നാട്ടിലൊക്കെ പോയിട്ട് കുറച്ച് നാടൻ ഐറ്റംസ് ഒക്കെ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് കണ്ണിമാങ്ങ അച്ചാർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ആദ്യത്തെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണിമാങ്ങ നമുക്ക് ആദ്യം തന്നെ നല്ല വൃത്തിയായി വാഷ് ചെയ്യണം. അതിനുശേഷം നന്നായി തുടച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല, നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കേടായി പോകും. അപ്പോൾ നമ്മൾ ഞെട്ടി പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഴുവനായിട്ട് ഇവിടെ നടത്തിയെടുക്കാൻ പാടില്ല, കുറച്ച് ഇവിടെ വെക്കണം. മനസ്സിലായോ? ചുണയുടെ ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് കണ്ണിമാങ്ങ അച്ചാറിന് ഒരു പ്രത്യേക രുചി വരിക. അപ്പൊ നമുക്ക് ഈ ഇത്രയും നിർത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നും മുറിച്ചെടുക്കാം. എന്നിട്ട് ഒരു ബേസിലിട്ട് കൊടുക്കാം. ചെറുതായി ചുണ വേണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ആ നല്ലൊരു ഫ്ലേവർ വരില്ല, നല്ലൊരു സ്മെല്ലും വരും അതിന്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഞെട്ടി ഇത്ര വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ തുടച്ചെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിക്കും കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പാടില്ല. കത്തി കൊണ്ട് നമ്മൾ സാധാരണ കട്ട് ചെയ്യാറില്ല, കൈ കൊണ്ട് തന്നെ ഞെട്ടി ഇങ്ങനെ മുറിച്ചാൽ മതി കേട്ടോ. കത്തി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ തുടച്ചിട്ടുള്ള ഇത് നല്ല വൃത്തിയുള്ള പാത്രത്തിലോട്ട്, ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിലോട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ തുടച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഇച്ചിരി വലുതായിട്ടുണ്ട് മാങ്ങ, കാരണം ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഇതിന്റെ സീസൺ കഴിയാറായെന്ന് തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഒരു വലിപ്പം. പിന്നെ ഇത് ഉപ്പിലിട്ട് വരുമ്പോൾ നല്ല ചുങ്ങി പോവും, വളരെ ചെറുതായിട്ട് മാറും. ഇപ്പൊ ഇത് 1 കിലോ മാങ്ങയുടെ കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അത് മൊത്തത്തിൽ ഇതേപോലെ തുടച്ച് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ കാണാം. കണ്ണിമാങ്ങ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പിലിടണം. ആദ്യത്തെ പ്രോസസ്സാണ് ഉപ്പിലിടുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഭരണിയോ അല്ലെങ്കിൽ നല്ല കുപ്പിയോ, ഗ്ലാസിന്റെ കുപ്പി ഉപയോഗിക്കണം. അല്ലാതെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളോ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അതെപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഭരണി ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അത് ട്രഡീഷണൽ വേ. പക്ഷെ എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഭരണി ഉണ്ടാവണം നിർബന്ധമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും നാട്ടിലായതുകൊണ്ട് ഭരണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം ഇതിലത്തെ വെള്ളമൊക്കെ കളയുക. ഞാനിപ്പോൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഒട്ടും വെള്ളമില്ലാണ്ട് വെച്ചിരിക്കുന്ന നല്ല ഡ്രൈ ആയിട്ടുള്ള ഭരണിയാണ്. അപ്പോൾ ഭരണിയിലോട്ടാണ് നമുക്ക് ഇനി ഇത് ഇടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഓൾറെഡി പക്ഷേ ജാൻ്റെ അമ്മ എനിക്ക് ഉപ്പിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സെയിം പ്രോസസ്സ് ഒന്ന് കാണിച്ചിട്ടാന്ന് മാത്രം. അപ്പോൾ ഇതേപോലെ ഇതിനേക്കാളും ചെറിയ കണ്ണിമാങ്ങ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. നമുക്ക് ഇതിലോട്ട് ആദ്യം തന്നെ കുറച്ച് കണ്ണിമാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 2 തരത്തിൽ ഉപ്പിലിടും. എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ ഉപ്പ് മാത്രമേ ഇടുള്ളൂ, വെള്ളം ഒഴിക്കാറില്ല. പക്ഷെ ചില ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉപ്പിടും, പിന്നെ തിളപ്പിച്ചാലേ വെള്ളം ഒഴിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണ് പ്രിഫറൻസ് തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ. പക്ഷേ ഞാൻ എപ്പോഴും ട്രഡീഷണൽ വേല ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് വെള്ളം ഒഴിക്കില്ല, കല്ലുപ്പ് മാത്രമേ ഇടുള്ളൂ. കല്ലുപ്പാണ് ഇതിൽ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു ലെയർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ.
ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഞാനിപ്പോൾ 240 ml ഗ്ലാസ്സിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്, കല്ലുപ്പ്. അപ്പോൾ നമുക്ക് കുറച്ച് കല്ലുപ്പ് അതിന് മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെ കൂടി ഇനി വീണ്ടും മാങ്ങ ഇടുക, പിന്നെ അതിനുശേഷം വീണ്ടും ഉപ്പിടുക. അങ്ങനെ അത് മുഴുവനും കഴിയുന്നത് വരെ നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ലെയർ ആയിട്ട് ഇടണം നല്ലത് കേട്ടോ. ഉപ്പിന്റെ അളവ് ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഒരുപാട് ഉപ്പിടാൻ ഇഷ്ടപ്പെടുത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ, ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് അങ്ങ് കൂടും. ഉപ്പിന്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഓരോ മാങ്ങയുടെ വലിപ്പൊക്കെ അനുസരിച്ച് മാറ്റം വരും. ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് ഇടുന്നുണ്ട് കേട്ടോ ഉപ്പ്, അല്ലെങ്കിൽ ഒട്ടും വെള്ളം വരില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതിലേക്ക് ചൂടാറിയ വെള്ളം ഒഴിച്ചാൽ മതി, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വായ മൂടി കെട്ടണം. വായ മൂടി കെട്ടിയിട്ട് നമുക്ക് പിന്നെ അടപ്പ് വെച്ചിട്ട് അങ്ങ് അടച്ചു വെക്കണം. അപ്പോൾ ഒരു 2 ദിവസം കൂടുമ്പോൾ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഉപ്പിലത്തെ വെള്ളം നന്നായിട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ ഈ മാങ്ങ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങും. ഒരു 15-20 ദിവസത്തിനുള്ളിൽ തന്നെ ആ മാങ്ങ ചുരുങ്ങി നല്ല ഒരു പരുവത്തിൽ വരും. അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ. അതിന് ശേഷമാണ് ബാക്കി അച്ചാറിടുന്ന പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു വെള്ളത്തുണി ഇതിന് മേലെ കൂടി ഇട്ടിട്ടുണ്ട്, നല്ല വൃത്തിയുള്ള തുണി ഇടുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ വായവട്ടം കെട്ടിക്കൊടുക്കണം. അപ്പോൾ ചാക്കുചരടോ അല്ലെങ്കിൽ തുണിയുടെ കട്ടിയുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് കെട്ടിയാൽ മതി. പിന്നെ ഓക്കെ, അപ്പം കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് അടച്ചു വെക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഉപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുലുക്കാൻ പറയുന്നത്. അപ്പോൾ അതിനൊരു 25 ദിവസം കഴിയുമ്പോൾ 15 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആ മാങ്ങ ചുരുങ്ങിയിരിക്കുന്നത് കാണാം. ആ ഭാഗം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്കൊരു 15 ദിവസം കഴിഞ്ഞിട്ടുള്ള മാങ്ങയുടെ പൊസിഷനാണ് കേട്ടോ. കാരണം ഇതെന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, ജാൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മ ഇവിടെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ 15 ദിവസം കഴിയുമ്പോഴേക്കും ഇതങ്ങനെ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഒരു 20-25 ദിവസം കഴിയുമ്പോഴേക്കും നല്ലോണം ആയിക്കോളും. ഉപ്പിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതും പെട്ടെന്ന് അത് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അമ്മ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇത് പുടയുന്ന കുപ്പിയാണ്. അതിലോട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് ചുറ്റിട്ട് അടച്ചു വെച്ചിരിക്കുന്നത്, അത് തുണിക്ക് പകരമായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുറക്കാം. ഈ ഉപ്പ് അമ്മ കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലേക്ക് വെള്ളമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുലുക്കി കൊടുക്കണം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കണം. തിളപ്പിച്ചാറിയ വെള്ളവും ഈ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വേണം അച്ചാർ റെഡിയാക്കാൻ. ഇതാ അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ ഇപ്പോൾ 2 മാസം ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇതിൽ കിടന്ന നമ്മളിട്ടിരുന്ന ഉപ്പെല്ലാം അലിഞ്ഞ് ഇതുപോലെ വെള്ളമായിട്ടുണ്ട്. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മാങ്ങയും വെള്ളവും നമ്മൾ വേർതിരിക്കണം. ഓക്കെ, അപ്പോൾ അതെപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ഒരല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഉണക്കിയെടുത്തിട്ടുള്ള പാത്രത്തിലായിരിക്കണം നമ്മൾ ഈ വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ. നല്ല വൃത്തിയായ പാത്രമാണ്, ഒട്ടും തന്നെ വെള്ളമില്ലാത്ത പാത്രം എടുക്കുക. അതിലോട്ട് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ഇതിൽ നിറയെ ഉപ്പിട്ടിട്ടുള്ള കാരണം ചിലപ്പോൾ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് വെള്ളത്തിലോട്ട് തിളപ്പിച്ചാറി വേറെ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം മിക്സാ ചെയ്യാറ്. അല്ലാതെ ഈ വെള്ളം മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അച്ചാറിന് ഒരുപാട് ഉപ്പ് കൂടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മാങ്ങയൊക്കെ നന്നായിട്ട് ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. ഇനിയും നമ്മൾ അച്ചാറിലിട്ട് വെക്കുമ്പോൾ കൂടുതലും ചുരുങ്ങിക്കോളും. ഇനി വെള്ളത്തിലോട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഉപ്പ് രസം നോക്കിയതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ച് കുറച്ചും കൂടെ അധികം ചാറുണ്ടാക്കണം. കാരണം ഇത്രയും മാങ്ങ അച്ചാറുണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വേണം നമുക്ക്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ഫോളോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ തെറ്റുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് അസലായിട്ടുള്ള അച്ചാറാണ്. കുറേ നാളുകൾ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. ഈ മാങ്ങ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. അതായത് ഉപ്പിൻ്റെ അളവ് നോക്കണം. ആഹാ, അപാര ഉപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ഗ്ലാസ്സെങ്കിലും മിനിമം നല്ല തിളപ്പിച്ചാറിയ വെള്ളം, തിളച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഉപ്പിൻ്റെ അളവ് നിങ്ങളൊന്ന് നോക്കാൻ മറക്കരുത്. എന്നിട്ട് നമുക്കിത് ഡൈല്യൂട്ട് ചെയ്യാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കുറവ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാങ്ങ ചുങ്ങില്ല. മാങ്ങ ചുങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ മാങ്ങ അച്ചാർ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പ് കൂടുതലിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് മാങ്ങ ചുങ്ങുള്ളൂ. പക്ഷേ ഈ ഇത്രയും ഉപ്പുള്ള വെള്ളത്തിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള വെള്ളം ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഈ അച്ചാർ കേടാവില്ല, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചെയ്യാം. പക്ഷേ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ സാധാരണ പച്ചവെള്ളം ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂപ്പൽ പിടിക്കും. അതുപോലെ തന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഡിപ്പെൻസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ ചാറ് വേണം, ഇവിടെ മോനൊക്കെ ചാറ് വേണം അച്ചാറിന്. അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴാണ്
ഉപ്പിൻ്റെ കറക്റ്റായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും കായവും ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം, ചൂടാക്കിയെടുക്കാം. സാധാരണ പലരും അത് ചെയ്യാറില്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ആ മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് പോവുള്ളൂ, മറ്റേതൊരു പച്ചമണം നിൽക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്താൽ മതി. ഒരുപാടൊന്നും സമയം വേണ്ട, കുറച്ച് നേരം മാത്രം. പിന്നെ ഇതിൽ ചേർക്കുന്ന മുളക് പൊടിയുടെ അളവും ഡിപ്പെൻസ്. നമ്മുടെ മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ എരിവ് അനുസരിച്ച് മാറ്റം വരും. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല മുളക് പൊടിയാണ്, കാശ്മീരി അല്ല, ചേർക്കുന്നുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കളറൊന്നും മാറാൻ പാടില്ല കേട്ടോ, നല്ല കളറായിട്ട് തന്നെ ഇരിക്കണം. പക്ഷേ ആ ഒരു മണം മാറണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവസാനം എടുക്കാൻ നേരത്ത് മാത്രം അല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. കായത്തിൻ്റെ പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ പലരോടത്ത് ചോദിക്കുമ്പോഴും പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പണ്ടേ ബ്ലോഗിൽ എഴുതിയുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നന്നായി വന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് തന്നെയാണ് എപ്പോഴും ഫോളോ ചെയ്യാറുള്ളത്. നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും സ്പൂണിൽ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത സ്പൂൺ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും മെറ്റലിൻ്റെ സ്പൂൺ ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കണമെങ്കിൽ തന്നെ അപ്പം തന്നെ പുറത്തെടുക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ഒരിക്കലും കേടായി പോവില്ല. ശ്രദ്ധിക്കാണ്ട് വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് അല്പം മാത്രം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്, മതി. നമുക്കിതെടുക്കാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട ഒഴിവാക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് വേണം ചെയ്യാൻ. ഹറിബറിയിൽ ഇതൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പെർഫെക്ഷൻ വരില്ല. പ്രത്യേകിച്ച് കുട്ടികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അവർ വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ നമ്മൾ ചെയ്ത് മുഴുവനും ശരിയാവില്ല. നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് മുളക് പൊടി കുറവാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വൺസ് ഇത് നമ്മുടെ ഭരണിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. ഭരണിയിലാക്കുന്നേക്കാൾ മുമ്പ് നമുക്ക് എന്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കല്ലുപ്പോ ചേർത്ത് കൊടുക്കാം. അതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടെൻഷൻ പിടിച്ച കാര്യങ്ങളൊന്നും അല്ലത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുളകിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകിൻ്റെ പരിപ്പ്. നമ്മുടെ കടുകില്ലേ, ഇത് ഞാൻ ജാൻ്റെ അമ്മ ഉണ്ടാക്കി തന്നതാണിത്. ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഞാൻ സാധാരണ രീതിയിൽ ഉണ്ടാക്കാറില്ല, എപ്പോഴും അമ്മേനെ ഉണ്ടാക്കി തരാറുള്ളത്. അമ്മ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് ജസ്റ്റ് ഒന്ന് ചൂടാക്കും. കടുക് പൊട്ടിക്കാൻ നിൽക്കില്ല. കടുക് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന സമയത്ത് മുറയില്ലേ, നമ്മുടെ മുറത്തിലോട്ട് ഇട്ടിട്ട് നമ്മുടെ നാഴിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കും. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം മാറി തനിയെ ഇതിങ്ങനെ വരും, പരിപ്പ് പുറത്തോട്ട് വരാൻ തുടങ്ങും. എന്നിട്ട് അത് നമ്മൾ ചേറ്റിയെടുക്കാറാ പതിവ്. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒരു ദിവസം അമ്മനെ കൊണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുക്കാം, അമ്മ ചെയ്തോളും. ഓക്കെ, കടയിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. കടുകിൻ്റെ പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഒരു നല്ല വാസനയാണ് ഇത് ചേർക്കുമ്പോൾ. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ കടുമാങ്ങ അച്ചാറിലൊക്കെ ഇങ്ങനെ മേലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. അത് നമുക്ക് വേണം. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കൂട്ട് വെള്ളത്തിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തോന്നുമ്പോൾ വെള്ളം കൂടുതൽ പോലെ തോന്നും, പക്ഷേ നമ്മളിത് അതെല്ലാം ഇട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ഉള്ളിലോട്ടൊക്കെ പിടിച്ച് വെള്ളം പാകത്തിനായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നോക്കിയിട്ട് എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വറുത്ത് ഇതേപോലെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളുടെ ഈ കടുക് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അളവ് പറയാം. ഞാൻ സാധാരണ രീതിയിൽ 2 ടേബിൾ സ്പൂൺ ഇടാറുള്ളത്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. നമ്മുടെ ഈ മുളക് വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. മുളക് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് വറുത്തിടേണ്ടി വരും. കാരണം ഓരോ ബ്രാൻഡ് മുളക് വാങ്ങിക്കുമ്പോഴും മുളക് പൊടി വാങ്ങിക്കുമ്പോഴും മാറ്റങ്ങൾ വരാറുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ വാങ്ങിക്കുന്ന സെയിം ബ്രാൻഡ് ആണെങ്കിൽ പോലും പുതിയതായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോഴും ചിലപ്പോൾ അതിൽ വ്യത്യാസം വരാറുണ്ട്. എരിവുണ്ട്. ഇനി വേണ്ട, എല്ലാ ഭാഗത്തിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ടേസ്റ്റ് നോക്കിയിട്ട് അഥവാ ഉപ്പ് കുറവാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പിടാൻ മറക്കരുത്. പിന്നെ നമ്മുടെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയിൽ നല്ലോണം ഉപ്പുണ്ട്. കാരണം അത്രയും ദിവസം 2 മാസം, അപ്പോൾ 15 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്കിത് ഇടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ 2 മാസം വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇത് റോഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇരുട്ടുള്ള ഭാഗത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സൂര്യപ്രകാശമൊന്നും കടക്കാത്ത രീതിയിലാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്, ഈ കുപ്പി ഭരണിയിൽ തന്നെ. നാട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതെല്ലാം കൂടിയും കാണിട്ട് ഞാൻ അന്ന് ഭരണിയിലാക്കി വെച്ചിരുന്നില്ലേ, അതെല്ലാം സിപ്ലോ കവറിലോട്ട് മാറ്റി വീട്ടിൽ വന്ന് ദുബായിലെത്തിയതിന് ശേഷം വീണ്ടും ഇതുപോലത്തെ ഭരണിയിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് അലമാരിയിൽ വെച്ചു. അപ്പോൾ എന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കും. ഡെയിലി ഒന്നും കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുത്താൽ മാത്രം മതി. ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് എത്താൻ വേണ്ടി മാത്രം. പിന്നെ ഉപ്പിൻ്റെ അളവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവും കൂടും, കാരണം ഉപ്പാണല്ലോ ആ വെള്ളമായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതിലോട്ട് ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയാലോ, ടേസ്റ്റൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതാ കറക്റ്റ് വെള്ളമാണ് കേട്ടോ, 2 ഗ്ലാസ് എക്സ്ട്രാ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളമായിരിക്കണം എന്നർത്ഥം. ഇനി ഇത് കുറച്ച് ദിവസം കൂടി ഇരിക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് ഉള്ളിലോട്ടൊക്കെ അങ്ങ് പിടിച്ച് തിക്കായിക്കോളും. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ, കാശ്മീരി ചില്ലി പൗഡർ എടുത്തങ്ങ് വറുത്തിട്ട് ഇതേപോലെ തന്നെ ചൂടാക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ തിക്നെസ് വരും. പക്ഷേ എനിക്ക് കുറച്ച് തിന്നായിട്ടുള്ള ഇതാണ് ഇഷ്ടം. ഓരോരുത്തരുടെ ടേസ്റ്റിലും കുറച്ച് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇത്രയുള്ള പരിപാടി കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ല വൃത്തിയുള്ള ഭരണിയിലോട്ടോ അല്ലെങ്കിൽ ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള ഗ്ലാസിൻ്റെ ജാറിലോട്ടോ ഗ്ലാസിൻ്റെ കുപ്പികളിലോട്ടോ നമുക്ക് മാറ്റാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിലൊരല്പം മാത്രം നല്ലെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് ടൈറ്റ് ആയിട്ടുള്ള മൂടി കൊണ്ട് അടച്ചു വെക്കുക. എനിക്ക് നല്ലെണ്ണയുടെ തുണിയൊന്നും ഞാൻ മൂടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇവിടെ എനിക്ക് കേടുവരാറില്ല. അതേസമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു തുണി നല്ലെണ്ണയിൽ മുക്കിയതിന് ശേഷം അതിൻ്റെ വായ ഭാഗത്തൊന്ന് വെക്കുക, എന്നിട്ട് നമ്മുടെ സാധാരണ അടപ്പ് വെച്ചിട്ട് അങ്ങ് മൂടി വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ഭരണി കൊണ്ടുവരട്ടെ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഈ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന കുപ്പിയിൽ തന്നെ ഇട്ട് വെക്കാൻ പോകണേ കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മാറ്റുന്നില്ല, കാരണം ഞാൻ നാട്ടിൽ പോവല്ലേ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ കറക്റ്റ് സമയം, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചാറായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതൊരു 2 മാസം കഴിഞ്ഞ് ഉപയോഗിക്കണം ഏറ്റവും ബെസ്റ്റ്. അപ്പോഴാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പോഴേക്കും കുറച്ചും കൂടെ ഈ വെള്ളം പോലുള്ള ഈ ചാറൊക്കെ കുറച്ചും കൂടെ തിക്കായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഇടാൻ പറ്റില്ല, അത് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇടാൻ പോകുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബ്ലോഗിലത്തെ ഫോട്ടോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം. അപ്പോൾ ഞാനിതിലേക്ക് അങ്ങ് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് വെക്കൂ, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കെങ്കിലും ഇട്ട് വെക്കാമല്ലോ. കുറേ നാളായി നിങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്നു അല്ലേ ഈ സംഭവം. ഇത് കണ്ണിമാങ്ങ ഇല്ലാത്ത കാരണം ഞാൻ ചെയ്യാതിരുന്നത്. അവർ ഇന്നാൾ 4 ദിവസത്തിന് വേണ്ടി നാട്ടിൽ പോയപ്പോഴാണ് ഈ സംഭവം ജാൻ്റെ അമ്മ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ മൊത്തത്തിൽ നമ്മുടെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ചാറിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഈ എല്ലാ മാങ്ങയും ഇതിലേക്ക് മുങ്ങിക്കിടക്കണം, മനസ്സിലായി? അപ്പോൾ 2 മാസം കഴിയുമ്പോഴേക്കിനും അസ്സലായിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ. അത് ചൂടാക്കിയതിന് ശേഷം നന്നായി ചൂടാറാൻ അനുവദിച്ചതിന് ശേഷം ഒഴിക്കണം കേട്ടോ. അല്ലാതെ ചൂടോടുകൂടി നമ്മൾ നല്ലെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പാടില്ല. അപ്പം ഞാനിതിപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കബോർഡിൽ ഞാൻ ഡ്രസ്സൊക്കെ വെക്കുന്ന അലമാരിയുടെ ഏറ്റവും താഴത്തെ തട്ടിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ഇരുട്ടായിരിക്കും. നമ്മൾ 2 മാസം നാട്ടിൽ പോകുന്ന കാരണം തുറക്കുന്ന പ്രശ്നമേ ഇല്ല. അതിലേക്ക് യാതൊരു തരത്തിലുള്ള കേടും വരില്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ എണ്ണ ഒഴിക്കാറില്ല എന്ന് പറയാം. അപ്പോൾ നമ്മളിതിനൊരു പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ പൂപ്പലുകളൊന്നും വരില്ല, ധൈര്യമായിട്ട് വെക്കാം. അപ്പോൾ ഇത് അടച്ചു വെക്കാം കേട്ടോ ഞാൻ. ഇനി നമുക്ക് 2 മാസം കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ മാങ്ങ കിട്ടുന്നവരെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതെന്റെ പണി. ഒരു കത്തി എടുത്ത് ഇതേ താഴെ മുണ്ടിലൊക്കെ വീഴുന്നു. ജാൻജോഷി ഇത്രയും വലിയ മാങ്ങ, കുഞ്ഞു മാങ്ങയൊക്കെ ഇങ്ങനെ കഴിക്കുന്ന രസമുണ്ട്. ഇതൊരു മാതിരി ആന പോലത്തെ മാങ്ങ എടുത്തിട്ട് മാങ്ങ നിന്നിരുന്നു. എന്നാ പിന്നെ താഴെ എന്തെങ്കിലും വെക്കി എന്നിട്ട് ആ മുണ്ടിൽ നിറച്ചായി ഉണ്ട്, അതും കൊണ്ട് നടക്കുന്നു. പണ്ട് ആ മണ്ണിലല്ലേ വീഴുന്നത്. മണ്ണില് ജീവിക്കുന്ന പറയുന്നത്. ഞാൻ ഒരു 10 ദിവസം മണ്ണിൽ ജീവിക്കാൻ പോകും. താങ്ക് യു. ഇവിടെ മെഡിറ്റേഷൻ പറഞ്ഞു. ഞാൻ പോട്ടെ, ഞാൻ നാട്ടിൽ പോകുമ്പോ പൊക്കോട്ടോ. ശരിയാണ്. 10 ദിവസം കൊടുക്കാം. എന്തോ ഞങ്ങളില്ലാണ്ട് 10 ദിവസം ലീവ് എടുക്കണം. ഓഗസ്റ്റ് 10 തീയതി വരും. ഓഗസ്റ്റ് 10 തീയതി 4 തീയതി കഴിഞ്ഞിട്ട് 10 തീയതി വരുള്ളൂ അല്ലേ? നീടി ഭയങ്കരം. എത്ര പേർക്ക് കൊതി കിട്ടാവും കാണുന്നു. മാവിനറിയില്ല.